എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നാരങ്ങയും ഈന്തപ്പഴവും കൊണ്ടൊരു അച്ചാറാണ്. ഇതിനു വേണ്ടി നല്ല പഴുത്ത 400 ഗ്രാം നാരങ്ങ കഴുകി ഒരു തുണി കൊണ്ട് തുടച്ച് വെള്ളമെല്ലാം മാറ്റി 8 കഷ്ണങ്ങളായി മുറിച്ചു വയ്ക്കുക. മുറിക്കുമ്പോൾ നാരങ്ങയുടെ ഉള്ളിലെ കട്ടിയുള്ള വെളുത്ത ഭാഗം ചെത്തിക്കളയുക. നിങ്ങൾക്ക് നീളത്തിൽ വേണമെങ്കിൽ നാരങ്ങ മുറിച്ചെടുക്കാം. അച്ചാർ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് നാരങ്ങ ആവിയിൽ വേവിച്ച ശേഷമോ വെള്ളത്തിലിട്ട് വേവിച്ച ശേഷമോ കഷ്ണങ്ങളായി മുറിച്ചെടുക്കാവുന്നതാണ്. മുറിച്ച നാരങ്ങയിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കി അരമണിക്കൂർ മാറ്റിവെക്കുക. ഇനി ഒരു ചെറിയ ബൗളിൽ 12 ഈന്തപ്പഴം അകത്തെ കുരുവൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് മുറിച്ച് 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് ഇളക്കി വയ്ക്കുക. ഈന്തപ്പഴം മയപ്പെടാൻ ഇത് സഹായിക്കും. നിങ്ങൾക്ക് അച്ചാറിൽ കൂടുതൽ മധുരം വേണമെങ്കിൽ 5 or 6 ഈന്തപ്പഴം കൂടി ചേർക്കാം. ഇനി അച്ചാർ ഉണ്ടാക്കാനായി ഒരു കുഴിഞ്ഞ പാത്രം ഗ്യാസിൽ വെച്ച് ലോ ഫ്ലെയിമിൽ ചൂടാക്കുക. അതിലേക്ക് 1/4 കപ്പ് നല്ലെണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. പിന്നെ 1/2 ടീസ്പൂൺ ഉലുവയിട്ട് മൂപ്പിച്ചിട്ട് 1/2 കപ്പ് വെളുത്തുള്ളി, 1/2 കപ്പ് ഇഞ്ചി നീളത്തിലരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഇത്രയും ഇട്ട് 1 മിനിറ്റ് വഴറ്റുക. വെളുത്തുള്ളി അല്ലി വലുതാണെങ്കിൽ മാത്രം 2ആയി മുറിച്ചാൽ മതി. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ഇട്ട് ഒന്നിളക്കി 1/4 കപ്പ് വിനാഗിരി ഒഴിക്കുക. മുളക് പൊടി കരിയാതിരിക്കാൻ പെട്ടെന്ന് തന്നെ വിനാഗിരി ഒഴിക്കണം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങയിട്ട് നന്നായിട്ട് ഇളക്കുക. പിന്നെ ഈന്തപ്പഴം അരിഞ്ഞതും ചേർത്ത് പാത്രം അടച്ചു വെച്ച് ചെറുതീയിൽ 7 മിനിറ്റ് വേവിക്കുക. ഇടയ്ക്കിടയ്ക്ക് അടപ്പ് തുറന്ന് ഇളക്കാൻ മറക്കരുത്. നിങ്ങൾ അച്ചാറിന് പഞ്ചസാര ഉപയോഗിക്കുന്നവരാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അധികം മധുരം ഞാൻ ഉപയോഗിക്കാത്തത് കൊണ്ട് പഞ്ചസാര ഇട്ടിട്ടില്ല. ഉപ്പ് വീണ്ടും ചെക്ക് ചെയ്യുക. ഗ്യാസ് ഓഫ് ചെയ്ത് തണുക്കുമ്പോൾ വെള്ളനനവില്ലാത്ത ജാറിലാക്കി ഒരാഴ്ച കഴിഞ്ഞ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഏറെ നാൾ കേടുകൂടാതെ ഇരിക്കും. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.